Hi. So, when people look at me today, they see confidence, success, stability, but what they don't actually see is the person behind it and the journey. So, my name is Rana Fatima. I'm 19-year-old. I'm financially independent. I support my family. I'm the founder of Ranzari, my own clothing brand, and I'm the eldest daughter of my family. So everything happened, everything doesn't happen easily, and that's why I'm standing here today to talk about what actually mean to be resolute. So in the journey start ചെയ്യുന്നത് when I was 13. So 13 വയസ്സായിരുന്ന സമയത്ത് ഞാനിങ്ങനെ സ്നാക്സ് ഒക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. ഞാനും എൻ്റെ ഗ്രാൻഡ് മദറും ആയിരുന്നു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് വീടിൻ്റെ അടുത്തൊക്കെ സൈക്കിളൊക്കെ ഓട്ടിയിട്ട് പോയിട്ട് സ്നാക്സ് വിൽക്കുമായിരുന്നു. ആ സമയത്ത് ഐ റിയലി എൻജോയ് ഡൂയിങ് ദാറ്റ് ബിക്കോസ് അങ്ങനെ വിൽക്കുമ്പോൾ വിൽ ഗെറ്റ് മണി. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കുണ്ടായിരുന്നു ഐ ഡോണ്ട് വോണ്ട് ടു ഡിപ്പെൻഡ് മൈ പാരൻസ് ഓർ എനി വൺ. എനിക്ക് ഇപ്പം ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ സ്നാക്സ് ഒക്കെ വെക്കുമായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഐ ഏൺ കുറച്ച് മണി. എന്നിട്ട് അത് ഞാൻ സേവ് ചെയ്ത് വെച്ച് എന്നിട്ട് ആ ഒരു സേവിങ്സ് ഒന്നും ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് മീൻസ് ഒരു ഓൺലൈൻ ബിസിനസ്. എന്താ വെച്ചാൽ ടോട്ട് ബാഗ്സിന്റെ മേലെ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് ആൾക്കാർക്ക് സെല് ചെയ്യായിരുന്നു. ആ സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആൾക്കാർക്കൊന്നും ഇന്ന അറിയില്ല, ലൈക്ക് ദേ ഡോണ്ട് നോ ദ പേഴ്സൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ ആൾക്കാർക്ക് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ട് എനിക്കൊരു ഓർഡർ കിട്ടി. ആൻഡ് ദാറ്റ് സിംഗിൾ ഓർഡർ ഗേവ് മീ കോൺഫിഡൻസ് ദാറ്റ് ഓക്കെ ഇതിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ വാങ്ങാനുണ്ട്. അപ്പം ആ സമയത്ത് ആ ഒരു കസ്റ്റമറിനെ ബിലീവ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് പിന്നെ എൻ്റെ ഈ ഒരു ഓൺലൈൻ ബിസിനസ് ഒക്കെ ഒന്ന് വൈഡാക്കാൻ തുടങ്ങിയത്. ദാറ്റ് ആൾക്കാരൊന്ന് പേർച്ചേസ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. പിന്നെ ഞാൻ ടോട്ട് ബാഗ്സ് മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫോട്ടോ ഫ്രെയിംസ് ചെയ്യായിരുന്നു, അതുപോലെ തന്നെ ജൂവലറി ബിസിനസ് ചെയ്യായിരുന്നു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യായിരുന്നു കേട്ടോ ഓൺലൈനിൽ തന്നെ. അതിനുശേഷം ഞാൻ മോഡലിംഗ് ചെയ്യാൻ തുടങ്ങി. മോഡലിംഗ് എന്ന് പറയുന്ന സമയത്ത് വലിയ റാമ്പിൽ റാമ്പാക്ക് ചെയ്യുക അങ്ങനത്തെ സംഭവമൊന്നുമല്ല. നമ്മളെ നാട്ടിലുള്ള ലോക്കൽ ഷോപ്സിൽ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഒരു കാസ്റ്റിംഗ് കോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മോഡൽസിന് ആവശ്യമുണ്ട്. അതായത് അവിടെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഡ്രസ്സ് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു മോഡലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് അവരെ വിളിച്ചു നോക്കി. അവർ ഫോട്ടോസ് ചോദിച്ച് ഞാൻ അയച്ചു കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വന്നോന്ന്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഐ റിയലി എൻജോയ്ഡ് ഡൂയിങ് ഇറ്റ്. ആ സമയത്ത് ഞാൻ പോയി ഫോട്ടോഷൂട്ട് ചെയ്ത് പിന്നെ അങ്ങനെ കണക്ഷനിൽ കുറെ പിന്നെയും പിന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു സമയത്ത് തന്നെ അതിന് ശേഷം പേ ലൈക്ക് എനിക്ക് പേയ്മെന്റ് കിട്ടാൻ തുടങ്ങി ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ട് തന്നെ. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഐ ആം ഓൺലി 5 feet. ഭയങ്കര ഷോർട്ടാണ്. അപ്പം യൂഷ്വലി മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഹൈറ്റ് വേണം. അപ്പോൾ ആ ഒരു ഷോപ്പിലുള്ള ഓണർ പറഞ്ഞ് ദാറ്റ് ഇവളെന്തൊരു ഷോർട്ടാണ്, ഇവളെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്, ഈ ഇവക്ക് കൊടുക്കുന്ന പൈസക്ക് വേറെ ആരെങ്കിലുമൊക്കെ നമുക്ക് കിട്ടൂല എന്നൊക്കെ അവർ പറഞ്ഞു. ആ സമയത്ത് ഞാൻ കേട്ടപ്പം ലൈക്ക് എനിക്ക് ആ 15 years ഓർ 14 15 ആ ഒരു ഏജ് ഒക്കെ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു ദാറ്റ് ഓക്കെ ഇങ്ങനെ ഷോർട്ട് ആണെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കുന്നത്, ലൈക്ക് അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെയും ആ ഒരു വർത്താനം കേട്ടിട്ട് ഞാൻ മോഡലിംഗ് ഒന്നും നിർത്തിയില്ല. പിന്നെയും വേറെ ആൾക്കാർ ഇവര് വിളിച്ചിട്ടില്ലേ വേറെ ആൾക്കാർ വിളിക്കല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് ആഫ്റ്റർ അച്ചീവിങ് ഓൾ ദീസ് തിങ്സ് ആ സെയിം ആൾ തന്നെ കേട്ടോ, സെയിം ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് സെയിം ഫോട്ടോഷൂട്ടിന് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഐ ഫെൽ ദാറ്റ് ലൈക്ക് നത്തിങ് അബൌട്ട് മീ ചേഞ്ച്. എൻ്റെ ഹൈറ്റ് മാറിയിട്ടില്ല, എൻ്റെ ലുക്സ് മാറിയിട്ടില്ല, ബട്ട് മൈ പൊസിഷൻ ഡിഡ്. ആൻഡ് ദാറ്റ്സ് ഹൗ യു ഹാവ് ടു റിപ്ലൈ ടു ഈച്ച് ആൻഡ് എവറി പീപ്പിൾ ഹു ഡൗട്ടഡ് യു. അതിനുശേഷം ഞാൻ BBA ഏവിയേഷൻ ജോയിൻ ചെയ്ത് 2024 ആയിരുന്ന സമയത്ത്. ആ സമയത്ത് അപ്പോഴും എനിക്കുണ്ടായിരുന്നു ഐ ഡോണ്ട് വോണ്ട് ടു ഡിപ്പെൻഡ് മൈ പാരൻസ് ഓർ എനി വൺ. ഫീസ് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പേ ചെയ്യരുത് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് 2 മണി വരെയായിരുന്നു
കോളേജ് ഉണ്ടായിരുന്നത്. 2 മണി കഴിഞ്ഞിട്ട് ഞാന് ഇതിന് പോവും. ഐ മീൻ പാർട്ട് ടൈം ജോബിന് പോവും. പാർട്ട് ടൈം ജോബിന് പോയി കഴിഞ്ഞിട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തും. പിന്നെ എനിക്കൊരു ജ്വല്ലറി ബിസിനസ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ജ്വല്ലറി ഉണ്ടാക്കിയിട്ട് സെൽ ചെയ്യാ. അപ്പം ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ജ്വല്ലറി ഉണ്ടാക്കിയിട്ട് ഒരു 9 ടു 2 PM വരെ അതിൽ സ്പെൻഡ് ചെയ്യും. 2 AM വരെ ഞാൻ അതിൽ സ്പെൻഡ് ചെയ്യും. പിന്നെ അഗെയിൻ 9 മണിയാവാ കോളേജിൽ പോവാ. 2 മണിയാവാ ഷോപ്പിൽ പോവാ. ഷോപ്പിൽ ഡിജിറ്റൽ ഹാൻഡ്ലർ ആയിട്ടായിരുന്നു. അവരുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാം. അതായിരുന്നു സംഭവം. അങ്ങനെ ഈ ഒരു രീതിക്കായിരുന്നു എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ഒന്ന് സ്മൂത്ത് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയാലോ എന്ന് തീരുമാനിച്ചത്. അപ്പം ആ സമയത്ത് ഇറ്റ്സ് ലൈക്ക് വീട്ടിലാണെങ്കിൽ വലിയ സപ്പോർട്ടൊന്നും ഇല്ല. കാരണം ഒന്നാമത് എൻ്റെ കയ്യിൽ ആ സമയത്ത് ഫോണില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മേൻ്റെ ഫോണും ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ലൈക്ക് ഉമ്മക്ക് വലിയ താല്പര്യമില്ല, അപ്പക്കാണെങ്കിലും വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ എന്തായാലും എനിക്കിഷ്ടമാണ്. ലൈക്ക് എനിക്കൊരു വിഷൻ ഉണ്ട് ദാറ്റ് ഓക്കെ ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്നെങ്കിലും എവിടെങ്കിലും ഞാൻ എത്തും എന്നുള്ളൊരു ദൃഢനിശ്ചയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ ഞാൻ ആ ഒരു സംഭവം തന്നെ ഫോളോ ചെയ്ത് ഞാൻ കുറെ കൺസിസ്റ്റന്റ് ആയി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് റിയാലിറ്റി, അതുപോലെ തന്നെ ഐ മീൻ റിലേറ്റബിൾ കോണ്ടന്റ്സ്, പിന്നെ ട്രാൻസിഷൻ കോണ്ടന്റ്സ്, ഡാൻസ്, പിന്നെ വ്ളോഗ്സ്, പിന്നെ ബോയ് ഫ്രണ്ട് ആയിട്ട് വ്ളോഗ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പം ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ ആൾക്കാര്. ഇപ്പഴും ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നല്ല. പക്ഷെ ലൈക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളാർക്കും അറിയില്ല. നമ്മളെന്താ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ നമ്മള് എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രസന്റ് ചെയ്യുന്നതെന്നോ ആർക്കും അങ്ങനെ അറിയില്ല. അക്സെപ്റ്റൻസ് കിട്ടാൻ നല്ല ടൈം എടുക്കും. അപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും ഇവളെന്താ അത് കളിക്കുന്നത്, ഇവളെ വീഡിയോ വരുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പിക്കലാവുന്നു. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഐ ഡോണ്ട് റിയലി കെയർ. കാരണം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. ലൈക്ക് പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ജഡ്ജ് യു നോ മാറ്റർ വാട്ട്. നിങ്ങൾ അവരെ പ്ലീസ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് അവരെ പ്ലീസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ സമയം ഉണ്ടാവുക. സോ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത്, നിങ്ങളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്, യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു വിഷ്. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ടൈം എത്തിയപ്പം വീഡിയോസൊക്കെ വൈറലാവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലൂടെ തന്നെ ഞാൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കണ്ടെത്തി. ഇപ്പൊ എനിക്ക് 2 ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസും ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും പ്രൊഫൈലുണ്ട്. സോ എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഓണറാണ്, വിച്ച് ഇസ് റൻസാരി. അപ്പം ഇതെല്ലാം കൂടിയും ഇതൊന്നും ലൈക്ക് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല. ലൈക്ക് നമ്മൾ സ്ക്രാച്ച് നിന്നാണ് തുടങ്ങിയത്. ആൻഡ് നമുക്ക് നമ്മളൊരു കുറെ ആൾക്കാർ തള്ളി പറയാനുണ്ടായിരുന്നു. ഈവൻ എന്റെ ഫാമിലി അത്ര വലിയ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദാറ്റ് ഓക്കെ ഒരു സമയത്തുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ. സോ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ എന്താ അച്ചീവ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എനിക്ക് അറൗണ്ട് 1 million പ്ലസ് ഓവറോൾ കേട്ടോ, അല്ലാതെ സെപ്പറേറ്റ് അല്ല, ഓവറോൾ ഒരു 1 million പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഐ ഓൺ എ കാർ, ഞാൻ റീസെൻ്റ് ആയിട്ടാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഐ എം ദ ഫൗണ്ടർ ഓഫ് മൈ ക്ലോത്തിങ് ബ്രാൻഡ് റൻസാരി. അതുപോലെ ഐ സപ്പോർട്ട് മൈ ഫാമിലി ഫിനാൻഷ്യലി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ, അതുപോലെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇന്ത്യയിലെ ദ ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ഷോയിൽ 50 days സർവൈവ് ചെയ്ത്. അതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ആയിട്ട് കരുതാനുള്ളൊരു സംഭവങ്ങളൊക്കെ. സോ ഓവറോൾ ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ തള്ളി പറയാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അത് ബോധർ ചെയ്യണ്ട, നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടായാൽ മതി, നമുക്ക് മുന്നോട്ട് പോവാം. സോ ദാറ്റ്സ് ഇറ്റ്.